നാട്യശാസ്ത്ര വിധിപ്രകാരം എന്ന മട്ടിൽ സൃഷ്ടിക്കപ്പെട്ട ദേവന്മാർക്ക് ചേർന്ന ശരീരവടിവും അതിരുകടക്കാത്ത പൗരുഷത്വവും ഒന്നുചേർന്ന അഭൗമമായ തേജസ് തന്നെയായിരുന്നു പ്രേം നസീർ എന്ന നടന്റെ ആകാര രഹസ്യം. ആമ്പാടിയിലെ ശ്രീകൃഷ്ണനെ ഗോപികമാർ ആരാധിച്ചിരുന്നു എന്നതിലുപരി എത്രയോ ആയിരം തരുണീമണികളാണ് പ്രേം നസീറിനെ സ്വപ്നനായകനായി വരിച്ചിരുന്നു എന്നതിന് അക്കാലത്തെ പ്രദർശനശാലകളിലെ തിക്കും തിരക്കും തന്നെ സാക്ഷ്യം പറയട്ടെ. തിരുവനന്തപുരം ജില്ലയിൽ കഠിനംകുളം എന്ന സ്ഥലത്ത് പ്രശസ്തമായ ആർക്കോട്ട് കുടുംബത്തിൽ ഷാഹുൽ ഹമീദിന്റെയും അസുമാ ബീവിയുടെയും രണ്ടാമത്തെ മകനായി 1927 ഏപ്രിൽ മാസം 7-ാം തീയതി അബ്ദുൽ ഖാദർ എന്ന പ്രേം നസീർ ഭൂജാതനായി. അന്നത്തെ വീട് ഇപ്പോൾ നിലവിലില്ല. ഇദ്ദേഹത്തിന്റെ ബാല്യത്തിൽ തന്നെ ചിറയിൻകീഴിലേക്ക് കുടുംബം താമസം മാറുകയായിരുന്നു. കഠിനംകുളം, മംഗലാപുരം എന്നീ സ്കൂളുകളിലായിരുന്നു ബാല്യകാല വിദ്യാഭ്യാസം. അതിനുശേഷം ചിറയിൻകീഴിലെ UP സ്കൂളിലും. തുടർന്ന് ചങ്ങനാശ്ശേരി SB കോളേജിലും അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി. ഹബീബ ബീബിയായിരുന്നു അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. നടനായ മകൻ ഷാനവാസിനെ കൂടാതെ ലൈല, റസിയ, റീത്ത എന്നീ പെൺമക്കളും അദ്ദേഹത്തിനുണ്ട്. പ്രേം നസീറിൻ്റെ ആദ്യ ചിത്രവും എൻ്റെ മൂന്നാമത്തെ ചിത്രവുമായിരുന്നു മരുമകൾ. അതിലാണ് പ്രേം നസീറിനെ കാണുന്നത്, ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അന്ന് പ്രേം നസീർ ഇന്നത്തെ പ്രേം നസീർ ആയിരുന്നില്ല. അന്ന് എന്നാലും അന്ന് വളരെ പയ്യനായിരുന്നെങ്കിലും നല്ല ഒരു ഒതുക്കവും ഒരു പ്രത്യേക ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അന്ന്. അത് പറയാണ്ടിരിക്കാൻ സാധിക്കില്ല. ഇത്രയും വലിയ ഒരു മനുഷ്യൻ, എന്തൊരു മനസ്സ്, മഹാമനസ്കത, അത്രേ എനിക്കറിയാം. ഒരു വലിയ വ്യക്തിയായിരുന്നു പ്രേം നസീർ. നിങ്ങൾ രണ്ടുപേരും എടുത്തോളിരുന്നാണ്, ഞാൻ ഒറ്റയ്ക്ക് മതി. നിന്റെ ആ നാവ് ഞാൻ അരിഞ്ഞിടും. നിങ്ങൾക്ക് അംഗം വെട്ടിയേ പറ്റൂ. അതെ. നസീർ സാറ് വളരെ സജീവമായി സിനിമയിലുണ്ടായിരുന്ന കാലത്ത് ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണം അദ്ദേഹത്തെക്കുറിച്ച് സ്പെഷ്യൽ പതിപ്പ് ഇറക്കി. അതിൽ സഹപ്രവർത്തകരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അഭിനയം തൊഴിലാക്കുന്ന ഏതൊരാളും മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് ശ്രീ പ്രേം നസീറിൻ്റേത് എന്ന്. അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും എന്നും എനിക്ക് പറയാനുള്ളത്. ഒരു കാഴ്ചക്കാരനായി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ആസ്വാദകനായി അല്ലെങ്കിൽ വേണമെങ്കിൽ ആരാധകനായി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പിന്നീട് ഒരു പത്രപ്രവർത്തകനായി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പിന്നീട് സഹപ്രവർത്തകനായി ധാരാളം സിനിമകളിൽ ഒന്നിച്ച് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ അകന്നു നിന്നും ഏറ്റവും അടുത്ത് നിന്നും അദ്ദേഹമായിട്ട് ഇടപഴകാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു കലാരൂപം മാത്രമല്ല, അതൊരു വ്യവസായവും കൂടിയാണ്. അതിൻ്റെ വ്യവസായപരമായ അടിത്തറ നിലനിൽക്കേണ്ടത് അതിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആവശ്യമാണ് എന്നുള്ള ബോധം വളരെ സജീവമായി പുലർത്തിപ്പോകുന്ന ആളാണ് ശ്രീ പ്രേം നസീർ. പ്രേം നസീറിനെ ഒരു പുത്രനെ പോലെ വളർത്തി വലുതാക്കിയതിൽ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയുടെയും കുഞ്ചാക്കോയുടെയും പങ്ക് നിസ്സീമമായിരുന്നു. മന്ത്രമോതിരം, മായമോതിരം, ഇന്ദ്രജാല കല്ലുമോതിരം, പൂക്കളെ അപ്സര സ്ത്രീകളാക്കും, ഇത് ഭൂമിയെ സ്വർഗമാക്കും. മന്ത്രമോതിരം, മായമോതിരം, ഇന്ദ്രജാല കല്ലുമോതിരം, പൂക്കളെ അപ്സര സ്ത്രീകളാക്കും, ഇത് ഭൂമിയെ സ്വർഗമാക്കും.
പുതിയതായി നിർമ്മിച്ച KNK പ്രൊഡക്ഷനിൽ അദ്ദേഹം കഥാനായകനും ഞാൻ വില്ലനുമായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശ്രീ നസീർ എനിക്ക് പറഞ്ഞാൽ തീരാൻ വയ്യാത്ത കടപ്പാടുകളോടുകൂടി ഒട്ടേറെ അവസരങ്ങൾ ഒരുക്കി തന്നു. പ്രേം നസീർ എന്ന പ്രേമഗാനം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ്. പ്രേം നസീർ എന്ന വ്യക്തിയുമായി നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ, അദ്ദേഹവുമായി നമ്മൾ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ, അദ്ദേഹം നമ്മളെ ഉപദേശിക്കുമ്പോൾ, അദ്ദേഹവുമായി ഇടപഴകുമ്പോഴൊക്കെ തന്നെ ഒരു പ്രേമഗാനം കേൾക്കുന്ന അനുഭൂതിയാണ് നമുക്കുണ്ടാവുക. അത്രയും മാധുര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പ്രേം നസീറിൻ്റേത്. എനിക്ക് എൻ്റെ അനേകം പാട്ടുകൾക്ക് ചുണ്ടനക്കിയത് പ്രേം നസീറാണ്. അനവധി പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. കാരണം ഗാനാലാപനം അഭിനയിക്കുന്നതിൽ പ്രേം നസീറിനെ ജയിക്കുന്ന ഒരു നടൻ ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പാടുകയല്ല നമ്മൾ പറയില്ല, അദ്ദേഹം സംഗീതം അഭ്യസിച്ചിട്ടില്ല. പക്ഷേ സ്വരങ്ങൾ പാടുമ്പോൾ പോലും എൻ്റെ പടങ്ങളിൽ തന്നെ പാടിച്ചിട്ടുണ്ട്, മറ്റു പടങ്ങൾ പാടുന്നുണ്ട്. സ്വരങ്ങൾ പാടുമ്പോൾ പോലും അദ്ദേഹം അല്ല പാടുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഭാഗ്യമുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിലൂടെ എൻ്റെ വരികൾ പുറത്തു വന്നു അനവധി പടങ്ങളിൽ. അതെനിക്ക് പെട്ടെന്ന് പ്രശസ്തി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണി കീലുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ, കള്ളിയവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. നസീർ സാറുമായിട്ട് ആദ്യ കാലഘട്ടത്തിലൊന്നും പരിചയപ്പെടാനോ സംസാരിക്കാനോ ഒന്നും സന്ദർഭങ്ങളുണ്ടായിട്ടില്ല. കാരണം എൻ്റെ മേഖലയും അങ്ങേരുടെ മേഖലയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പാട്ടുണ്ടാക്കുക, അത് പ്രൊഡ്യൂസേഴ്സിനെ കേൾപ്പിക്കുക, ഡയറക്ടറെ കേൾപ്പിക്കുക, ഓക്കെ ചെയ്യുക, നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതാണ്. ആ പാട്ടുകൾ പിക്ചറൈസ് ചെയ്യുമ്പോഴാണ് അവരുടെ ആവശ്യം, അപ്പോഴേ ഇവർ പാട്ട് കേൾക്കുള്ളൂ. എങ്കിലും ഞാൻ 70 മുതലാണ് കൂടുതൽ പടം ചെയ്യാൻ തുടങ്ങിയത്. തുടങ്ങിയ കാലം മുതൽ എൻ്റെ എല്ലാ പാട്ടുകളും യേശുദാസാണ് മെയിൻ പാട്ടുകളെല്ലാം പാടിയിട്ടുള്ളത്. ആ പാട്ടുകൾ പിക്ചറൈസ് ചെയ്യുമ്പോഴും അതിൽ വരുന്നത് നായകനായിട്ട് വരുന്നത് നസീർ സാറായിരിക്കും. ഈ പാട്ടുകളെല്ലാം നമ്മൾ പടത്തിൽ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും, പാട്ട് ഇങ്ങനെ പാടുന്ന കണ്ടാൽ. കാരണം ഒന്നാമത്തെ അന്ന് അദ്ദേഹത്തിനുള്ള സൗന്ദര്യം തന്നെ ഒരു പ്രത്യേകതയാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിലുണ്ടാകുന്ന അഭിനയശേഷി ഒരു പ്രത്യേകത തന്നെയായിരുന്നു. വർഷം മുൻപ് നമ്മെ വിട്ടു പിരിഞ്ഞ പ്രേം നസീർ എന്ന മഹാനടനെ കുറിച്ച്, റീത്തയുടെ ഡാഡിയെ കുറിച്ച് റീത്ത എങ്ങനെ ഓർമ്മിക്കുന്നു? ഡാഡി നല്ലൊരു നടനായിരുന്നു, നല്ലൊരു മനുഷ്യ സ്നേഹിതയായിരുന്നു, പിന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നല്ലൊരു പിതാവും കൂടിയായിരുന്നു. തിരക്കുള്ള ജീവിതമായിരുന്നു, എന്നാൽ ഞങ്ങൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല. ഇത്രയും വലിയൊരു മഹാനായ കലാകാരന്റെ മകളായി ജനിച്ചതിൽ അഭിമാനം തോന്നുന്നില്ലേ? അഭിമാനമുണ്ട്. പ്രേം നസീറിൻ്റെ മൂത്ത മക്കളായ രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്തുന്നു. മൂത്തയാൾ ലൈലയും രണ്ടാമത്തെയാൾ റസിയയും. നമസ്കാരം. നിങ്ങൾ ജനിക്കും മുമ്പ് പ്രേം നസീർ എന്ന നിങ്ങളുടെ ഡാഡി ഒരു സിനിമാ താരം എന്ന നിലയിൽ പ്രസിദ്ധി നേടിക്കഴിഞ്ഞോ എന്ന് സമ്മതിക്കാമോ? ഞാൻ ജനിച്ചതിന് ശേഷം മറ്റൊരു 3 പേര് ജനിക്കുമ്പോൾ ഡാഡി സിനിമാ താരമായി കഴിഞ്ഞു. ഡാഡിയുടെ സിനിമകൾ കണ്ടിരുന്ന സഹപ്രവർത്തകർ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിച്ചിരുന്നത്? അവർ നല്ല ഇതായിട്ടാണ് നമുക്ക് പെരുമാറിയിരുന്നത്. പിന്നെ അത് ഞങ്ങൾക്ക് അന്ന് അവരൊരു പ്രത്യേക ഇതിൽ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇല്ലായിരുന്നു.
തമ്മിൽ കാണാൻ കഴിയാതെ ദിവസങ്ങളോളം കഴിഞ്ഞ് ഡാഡി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു ഉത്സവം തന്നെയായിരിക്കും അല്ലേ? ഡാഡി നാട്ടിലെത്തി കഴിഞ്ഞാൽ ഡാഡി വരുമ്പോൾ ഞങ്ങൾ ഒന്നിനെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും ഡാഡി കാണാനായിട്ട്. അപ്പം ഡാഡി പിന്നെ അവരുടെ ഇടയിലാണ്, പിന്നെ അവരുടെ കൂടെ അവർക്കൊപ്പമാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ കാണില്ല. പിന്നെ കാണുന്നത് ഡാഡി എല്ലാവരും പോയി കഴിഞ്ഞ് ആ തിരക്കെല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും ഡാഡി ഞങ്ങളുടെ വീട്ടിൽ വലിയ വരാന്തല്ല, വരാന്തയിൽ വന്നിരുന്ന് എല്ലാവരെയും കൂടെ സിസ്റ്റേഴ്സിനായാലും മക്കളെയായാലും എല്ലാവരും ഡാഡിയുടെ പാദവൃത്തായാലും എല്ലാവർക്കും ഡാഡി അപ്പോഴാണ് ഒത്തുകൂടാനുള്ള സമയം അപ്പോഴേ കിട്ടും. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. പ്രേംനസീർ സാറുടെ 25th ഡെത്ത് ആനിവേഴ്സറി ആണ് ഇപ്പോൾ നമ്മൾ ഞാനിവിടെ വെക്കുന്നത്. ആക്ച്വലി ഞങ്ങളൊക്കെ ഭയങ്കര ലക്കി മാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കാലത്ത് ഞങ്ങൾ സിനിമ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങയുടെ പടം 385 പിക്ചേഴ്സ് മാസ്റ്ററായി അങ്ങേർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പടങ്ങളിൽ ഡ്യൂപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം മാസ്റ്ററായത് അങ്ങയുടെ പടമാണ് പ്രിയതമ 1966 1966 മെല്ലണ്ടിയുടെ പടം. അന്ന് കണ്ട നസീർ സാറാണ് ലാസ്റ്റ് കടത്തുന്ന അമ്പാടി. വളരെ സെയിം മാൻ, സെയിം മൂഡ്, സെയിം റെസ്പെക്റ്റ്. അങ്ങനെ ഒരു നല്ല ഒരു ഹാർട്ട് ഹൃദയമുള്ള ഒരാൾ നസീർ. അങ്ങനെ ആക്ച്വലി സിനിമ വിട്ടു പോയത് ഞങ്ങൾക്കൊക്കെ വളരെ നഷ്ടമാണ്. വാൾമുനയിൽ ചോറുണ്ണുന്നവർക്ക് നാളെക്കുറിച്ച് ചിന്തിക്കാൻ ഒന്നുമില്ല. കടവത്തൂർ ഗുരുക്കളുമായുള്ള അംഗത്തിൽ നിനക്ക് തുണയായി ഞാൻ വരും. നിനക്കുള്ള വാൾ ഞാൻ കരയിച്ചു തരാം. പോകിൻ, സന്തോഷമായി പോകിൻ. വേണ്ട സുരാസു, അച്ഛന്റെ ശത്രുവിനെ സഹായിക്കാനെത്തുന്ന നിന്നെക്കുറിച്ച് നിന്റെ കാമുകി എന്ത് കരുതും? അതേ കുഞ്ഞിക്കണ്ണ, ദുഃഖമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ കോരപ്പുഴയിൽ മുങ്ങിച്ചാകാൻ പോയി എന്നെ രക്ഷിച്ച നിനക്ക് ജീവനല്ലാതെ മറ്റൊന്നും തരാനില്ലാത്തതിൽ ദുഃഖിക്കുന്നവനാണ് ഈ സുരാസു. സുരാസു, കുഞ്ഞിക്കണ്ണ, എന്റെ ഉറ്റ തോഴൻ ആര്യമാലി വിവാഹം ചെയ്ത് ശ്രീരംഗരാജ്യം ഭരിക്കുന്നത് കാണാൻ എന്റെ മനസ്സ് തുടിക്കും. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. നിന്മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ, നിന്മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു. എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു, സഖി കെട്ടിയിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം
കവിളിൽ വിടരും. ഇരുട്ടൻ്റെ ആത്മാവ് എടുക്കുമ്പോൾ ഒരു ദിവസം എന്നെ ഒരു ഫോൺ വന്ന് ഒന്ന് വീട്ടിലേക്ക് വരണമെന്ന്. അന്ന് അവിടെ ഊണെല്ലാം കഴിച്ച് ഞങ്ങൾ പുലർച്ചെ 2 മണി വരെ ഈ സബ്ജക്റ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന് അത് പലർക്കും അറിയില്ല. അത് പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഞാൻ പഠിച്ചിട്ടുള്ള ഈ മറ്റേ ഇതിലെ സയൻസ് ബുക്സ് സൈക്കോളജിനെ പറ്റിയും സൈക്കോളജിക്കൽ ഫാക്ടറും ഹ്യൂമൻ ബിഹേവിയർ അത് മുഴുവൻ ഒരു ഷോർട്ട് ഫോമാണ്. അത് പലർക്കും അറിയില്ല. പുലർച്ചെ 3 മണി 4 മണി വരെ ഞങ്ങൾ ആ സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചു. ഈ മരിച്ചതിൻ്റെ ഓർമ്മക്കായി ഇന്ന് അദ്ദേഹത്തിനെ പറ്റി നല്ലതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഭ്രാന്താണ്, എന്നെ ചങ്ങലക്കിടൂ. MG വാസുദേവന്റെ ഇരുട്ടിന്റെ ആത്മാവ് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം എല്ലാവരെയും ആകർഷിച്ച ഒരു പ്രധാന കഥാപാത്രം. എം നസീർ എന്ന നിത്യഹരിത നായകൻ്റെ ഓർമ്മകൾ യഥാർത്ഥത്തിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വ്യക്തിപരമായുള്ള ബന്ധമാണ് പ്രധാനമായി ഇപ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്. സിനിമയിലേക്കുള്ള എൻ്റെ പ്രവേശനം പോലും നസീർ സാറൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രമാക്കിക്കൊണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കലാജീവിതത്തിൽ എൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കാണ് ശ്രീ പ്രേം നസീർ. അതായത് കലാകാരൻ എന്ന നിലയ്ക്കായാലും ശരി, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കായാലും ശരി, അതിലും വലിയൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. താരം എന്ന് പറഞ്ഞാൽ അതാണ് താരം. മാതാവിന് മുകളിൽ, പിതാവിന് മുകളിൽ, ഗുരുവിനും മുകളിൽ, ദൈവത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അവതാരം എന്ന ഒരു വിഭാഗം. മദർ തെരേസയും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അതിൽപ്പെടുന്നവരാണ്. ശ്രീകൃഷ്ണൻ ഭഗവാനല്ല, ഭഗവാന്റെ ഇൻകാർണേഷനാണ്, അവതാരമാണ്. മുഹമ്മദ് നബി ഭഗവാന്റെ പ്രവാചകനാണ്. യേശു ക്രിസ്തു ഭഗവാന്റെ പുത്രനാണ്. അപ്പോൾ അങ്ങനെ ഒരു അവതാരം എന്ന ഒരു വിഭാഗം കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ വിഭാഗത്തിലാണ് പ്രേം നസീറിനെ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും. ഞാൻ മനസ്സിലായിടത്തോളം അദ്ദേഹം ഒരു അവതാരം തന്നെയാണ്. നസീർ സാറിനെ പറ്റി ഓർക്കുമ്പോൾ സന്തോഷം, അതോടൊപ്പം ഇന്ന് അദ്ദേഹം ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം. കാരണം ഒരു നല്ല മനുഷ്യന് പറഞ്ഞാലേ ഒരു സാധാരണ തരത്തിൽ ഒരാളില്ലെങ്കിൽ ഒരാളെങ്കിലും എന്തെങ്കിലും പറയും. പക്ഷേ നസീർ സാറുടെ കാര്യത്തിൽ ഒരാൾ കൂടി നല്ലവരല്ല, എന്താ നസീർ സാറിങ്ങനെ അങ്ങനെ പറയാറേ ഇല്ല, പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് നല്ല പെരുമാറ്റം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ആദ്യത്തെ പടം അദ്ദേഹത്തിൻ്റെ കൂടെ ഇനപ്രാവുകൾ, കുഞ്ചാക്കോ, ചാക്കോച്ചൻ ഞങ്ങൾ പറയും, ചാക്കോച്ചൻ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ആ പടത്തിൽ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ സത്യൻ സാറുണ്ട്. സോ നസീർ സാറോടായിരുന്നു ആദ്യത്തെ ഷൂട്ടിംഗ് ഒരു 4-5 ഡേയ്സ്. അത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഒരു അത്ഭുതം. കാരണം ഒരു വാക്ക് പോലും അറിയാത്ത അന്ന് ചെറിയ പ്രായം കൂടിയാണ്, കുറച്ച് പറഞ്ഞാൽ കുസൃതി കൂടിയാണ് ഞാൻ. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു കുട്ടിക്ക് പറയാൻ അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ അഭിനയം പോലും ശരിക്കറിയില്ല അന്ന്. അങ്ങനെ ഉള്ള ആ അവസ്ഥയിൽ അദ്ദേഹം നല്ല ഡയലോഗ്സ് പറഞ്ഞു തരുന്നതും പിന്നെ എല്ലാം ഒരു പേടിപ്പിക്കാതെ. കാരണം ഒരു വലിയ ഹീറോ എന്ന് പറയുമ്പോൾ സാധാരണ തരത്തിൽ നമുക്കൊരു പേടി കാണും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല സാർ. നല്ല സ്വഭാവമാണ്, നല്ല പേടിക്കേണ്ട, നന്നായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്യുക. അങ്ങനെ പല പിക്ചേഴ്സിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ തുലാഭാരം വലിയ സക്സസ്ഫുൾ പിക്ചറാണത്.
അതിൽ പോലെ ഇരുട്ടിൻ്റെ ആത്മാവ്, പിന്നെ മുറപ്പെണ്ണ്, പിന്നെ നദി, ഇങ്ങനെ നല്ല നല്ല പടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചത്. സോ അതിനേക്കാളും ഒരു നല്ല ആളെന്ന് പറയാൻ ആർക്കും ഒരു ഇത് തോന്നിയില്ല. ആത്മാർത്ഥമായിട്ട് പറയാം എല്ലാവരും. അങ്ങനെ ഈ രംഗത്തിൽ ഒരാൾ അത്രയ്ക്ക് നല്ല പേര് എടുക്കണം വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പിന്നെ അവരുടെ വൈഫ് കൂടി വളരെ നല്ല സ്ത്രീയാണ്. എല്ലാവരും അവരെ മമ്മി മമ്മിയെന്ന് വിളിക്കും. നല്ല സ്വഭാവമാണ്. അങ്ങനെ അവരുടെ കുടുംബ അംഗങ്ങളെല്ലാവരും നല്ലവരാണ്. അങ്ങനെ നല്ല ഒരു പേരെടുത്ത് ഇന്ന് നമുക്ക് ആ ഉടൽ, ആ ഫിഗർ എന്ന് വെച്ചാൽ സിനിമയിൽ കാണുന്നുണ്ട്, നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും പക്ഷേ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹം സ്ഥിരമായിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് എവിടെ ഉണ്ടെങ്കിലും സന്തോഷമായിട്ടും വീണ്ടും ഒരു വലിയ നടനായിട്ട് ജനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാര പദമാടും യാമം മദാലസയാമം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പാട്ട് പാടരുത്. എന്റെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണിത്. ഈ പാട്ടിന്റെ ഈണവും താളവുമാണ് എന്നെ ഞാനറിയാതെ നിങ്ങൾ കടിയറ വെച്ചത്. ആ കാലത്തെ പറ്റി നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കരുത്. ഒരു പെണ്ണിന്റെ ഹൃദയവികാരം മനസ്സിലാക്കാനുള്ള ദൈവത്താകണം. മനസ്സിന്റെ വികാരം കൂടുതലായതുകൊണ്ട് ബുദ്ധിമോശം എനിക്കുണ്ടാവാം. പക്ഷേ ഞാൻ ഹൃദയമുള്ളവളാണെന്ന് മാത്രം വിചാരിക്കണം. എന്നെ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത്. എന്നെ ഓർമ്മിപ്പിക്കരുത്. നസീർ സാറിനെ പറ്റി എപ്പോഴും എനിക്ക് പറയാനായിട്ട് 100 നാവുകളാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് സ്ക്രീനിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നസീർ സാർ. അതിനുശേഷം പിൽക്കാലത്ത് അദ്ദേഹത്തെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി കുട്ടിക്കാലത്ത് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പലതും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ നാട്ടിൽ ആനപ്പാച്ച എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തുന്നത്. അന്നാണ് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ആദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷം 1977-78 കാലഘട്ടങ്ങളിൽ ഉദയ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ചെന്ന് അതും ഇദ്ദേഹം വളരെ കുറച്ച് ദൂരെ നിന്ന് കാണാനുള്ളൊരു ഭാഗ്യം മാത്രമാണ് ഉണ്ടായത്. പിന്നെ 1988 ഞാൻ സിനിമയിലെത്തുകയും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ധ്വനി എന്നുള്ള ചിത്രത്തിലാണ് ഒരുമിച്ച് 10-40 ദിവസം അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. അതിനുശേഷം ഏറ്റവും അവസാന ഷെഡ്യൂൾ ആ ചിത്രത്തിൻ്റെ പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ ഡാമിൻ്റെ സൈഡിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് തൊഴുത് പിരിയുന്ന സമയം അദ്ദേഹം പറഞ്ഞു, മദ്രാസിലേക്ക് വരണം, എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ എന്നെ ജയറാം മിമിക്രി കാണാൻ വലിയ താല്പര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കാണാനോ ചെല്ലാനുള്ളൊരു ഭാഗ്യം പിന്നീട് എനിക്കുണ്ടായില്ല. കാരണം അവിടുന്ന് യാത്ര കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ വിട്ട് പിരിഞ്ഞ് പോവുകയാണ് ചെയ്തത് അദ്ദേഹം. പിന്നെ ആ ഓർമ്മകൾ അത് എത്ര വർഷം കഴിഞ്ഞാലും ഏതൊരു മലയാളിയുടെ മനസ്സിലുണ്ടാവും. നിറയെ പേര് പറയും ഒരിക്കലും കണ്ടുമടുക്കാത്ത 2 കാര്യങ്ങൾ എല്ലാ മലയാളികളും പറയാറുണ്ട്, ആനയും കടലും. ഞാനെപ്പോഴും പറയാറുണ്ട് എനിക്ക് 3 കാര്യങ്ങളാണ്, ആനയും കടലും പ്രേം നസീറും ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിറയെ പേർ പല പേരുകൾ പറയാറുണ്ട്. മലയാളത്തിലെ ഏറ്റവും സൗന്ദര്യത്തിൻ്റെ ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്കാലത്തെയും ഇനി അങ്ങോട്ടുള്ള കാലത്തും അടുത്ത നൂറ്റാണ്ടിലും പ്രേം നസീറിൻ്റെ പോലെ സൗന്ദര്യവും പ്രേം നസീറിനെ പോലെ പെരുമാറ്റ രീതികളും പ്രേം നസീറിൻ്റെ
ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഒരു നായകന് വേണ്ടതെല്ലാം ഇനി അതുപോലൊരു നായകൻ ഇനി നമുക്കുണ്ടാവുക സംശയമാണ്. എന്തായാലും അദ്ദേഹത്തെ പറ്റി 2 വാക്ക് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്കാരം സാർ. ആ വരൂ, ഇരിക്കൂ. കുറച്ചു ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ്. അപ്പോ നോവലിന്റെ പണിയൊക്കെ തീർന്നു. ഇനി കുറച്ചുനാൾ അലച്ചിലൊന്നും ഇല്ലാതെ അച്ഛനമ്മമാരുടെ നല്ല കുട്ടിയായി കഴിയാനാ തീരുമാനം. ശബരി പോകുന്നെന്ന് കേട്ടപ്പോ എന്തോ ഒരു വിഷമം. ചെറുപ്പമാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റിയൊരു ഫ്രണ്ടായിരുന്നു ശബരി. മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. സന്ദർഭം ഇതാണെന്ന് അറിഞ്ഞുകൂടാ. പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. ശബരിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതിനെന്തിനാ അനുവാദം? പറയൂ. ദേവിയെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊന്നും എതിർപ്പില്ലെങ്കിൽ എല്ലാം ആലോചിച്ച് തന്നെയാണോ ഈ പറയുന്നത്? അതെ. ശബരിയുടെ അച്ഛനും അമ്മയ്ക്കും എന്റെ ഇഷ്ടം തന്നെ അവരുടെ. എങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. ദേവിയുടെ സമ്മതം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിനെന്താ, അവളോട് തന്നെ ചോദിക്കാമല്ലോ. ദേവി, നസീർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്ന മുമ്പേ നസീർ സാറിനെ എനിക്കറിയാം. അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് നസീർ അങ്കിളിനാണ്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് പോലെ ആയിരുന്നു. എൻ്റെ ഫാമിലിയും നസീർ അങ്കിളുടെ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ എനിക്ക് എന്നോട് ആദ്യമേ പറഞ്ഞത് നസീർ സാറാണ്. നസീർ അങ്കിളാണ് എന്നോട് പറഞ്ഞത് അഭിനയിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. നസീർ അങ്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന നസീർ അങ്കിളിൻ്റെ ചിരിയും സ്മൈലിംഗ് ഫേസും ഒക്കെയാണ്. ആരോടാണെങ്കിലും മുഷിച്ചൊന്നും സംസാരിക്കത്തില്ല. എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അതും എന്നോടൊക്കെ ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് അഡ്വൈസൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ നസീർ അങ്കിൾ അനിയത്തിയായിട്ടാണ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. അത് അന്ന് പണ്ടൊക്കെ എല്ലാം ചെന്നൈയിൽ തന്നെയാണ് ഷൂട്ടിങ് എല്ലാം ഉള്ളത്. അപ്പോൾ രാവിലെ ഒരു ഷൂട്ടിംഗ് ആണെങ്കിൽ അവിടെ അനിയത്തിയായിരിക്കും. ഉച്ചയ്ക്ക് വേറെ ലൊക്കേഷനിൽ വേറെ സ്റ്റുഡിയോയിൽ പോയാൽ അവിടെയും അനിയത്തിയായിരിക്കും. പിന്നെ ഈവനിങ് ഇനിയൊരു ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടെയും അനിയത്തിയായിരിക്കും. അപ്പോൾ ഞാനും നസീർ അങ്കിളും ബ്രദർ ആൻഡ് സിസ്റ്ററായിട്ടാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഉണ്ണിമേരനുമായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ഉണ്ണിമേരന് ഹീറോയിനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നസീർ അങ്കിളുമായിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു വിഷമമാണ്, ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ ഹീറോയിനായിട്ടെന്ന്. എന്നിട്ട് ഉടനെ ഞാൻ പിന്നെ നസീർ അങ്കിളിനോട് അത് പറയുമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് 1982 ഞാൻ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് നസീർ അങ്കിളുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കഥ എന്ന് പറഞ്ഞൊരു പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ നസീർ അങ്കിളും മമ്മൂട്ടി മോഹൻലാലും അഭിനയിച്ചു. അങ്ങനെ ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട്. ബിക്കോസ് എന്നെ ഒരുപാട് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഓരോ സെറ്റിൽ പോയി ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എല്ലാവരോടും നമ്മൾ, പിന്നെ എല്ലാം പഞ്ച്വാലിറ്റിയും അതും ഇതൊക്കെ എല്ലാം നസീർ അങ്കിളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ നസീർ അങ്കിളിൽ പോയപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോയ പോലെയായിരുന്നു. വിവാഹ സാരി ഇഷ്ടമായോ?
ഇതെനിക്ക് തിരിച്ചു തരണം. ഞാൻ സിംഗപ്പൂർ പോകുന്നതിനോ. പിന്നെന്തിനാ ഇപ്പൊ തന്നത്? അത് ഈ കഥ മുഴുവനും എഴുതണം. ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എഴുതണം. എന്തിനാണ്? അത് എന്റെ ഒരു ആഗ്രഹമാണ്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് വായിച്ച് രസിക്കാമല്ലോ. പിന്നെ ഉഷ ഒരു വലിയ സാഹിത്യകാരി കൂടിയാണല്ലോ. മുഖസ്തുതിയൊന്നും വേണ്ട, ഞാൻ എഴുതാം. ഞാൻ 1950 നിർമ്മാണ രംഗത്ത് വന്ന ആളാണ്. അന്ന് തിക്കുറിശി, ആറന്മുള പൊന്നമ്മ, പഴയ ട്രയാങ്കിൾ സിസ്റ്റേഴ്സിൽ ലളിത, സത്യൻ, ഇങ്ങനെയുള്ളവരൊക്കെ വെച്ച് 5-6 പടം പിടിച്ചു. അന്ന് മിസ്റ്റർ നസീറിനെ എനിക്ക് യൂസ് ചെയ്യാൻ ഒത്തില്ല. കാരണം തിരുവനന്തപുരത്ത് മറ്റേ മെറിലൻഡ് സ്റ്റുഡിയോയിലും ആലപ്പുഴ മറ്റേ ഉദയായാലും അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ഡേറ്റ് തരാൻ അങ്ങോട്ട് സാധിച്ചില്ല. അങ്ങനെ ആദ്യത്തെ ഒരു 4-5 പടത്തിൽ അങ്ങോട്ട് അഭിനയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത് 1955-56 മറ്റോ ഞാൻ നിർമ്മിച്ച ജ്ഞാനസുന്ദരി എന്ന് പറഞ്ഞ പടത്തിലാണ്. അത് മിസ്റ്റർ സേതുമാധവൻ ഡയറക്റ്റ് ചെയ്തൊരു പടമായിരുന്നു. നന്നായിട്ട് പോയ പടം. ഇത് കഴിഞ്ഞ് പിന്നീട് ഞാൻ നിർമ്മിച്ചൊരു സത്യഭാമ എന്ന് പറഞ്ഞ മിത്തോളജിക്കൽ പിക്ചർ മലയാളത്തിലെ സർവ്വ ആർട്ടിസ്റ്റ്മാരും ഉണ്ട് അതിൽ. പക്ഷെ ആ പടം നസീർ എന്നിട്ട് അതിൽ അഭിനയിക്കുന്നുണ്ട്. നസീർ അതിൽ ശ്രീകൃഷ്ണൻ്റെ വേഷമായിരുന്നു. ആ പടം വിചാരിച്ച മാതിരി പോയില്ല. പടം റിലീസിൻ്റെ പിറ്റേ ദിവസം മിസ്റ്റർ നസീർ ഓഫീസിൽ വന്നിട്ട് എന്തൊക്കെ പറയുകയാണ്, വാ സാർ പടം പോയില്ല അല്ലേ, വിഷമിക്കേണ്ട. സാറിൻ്റെ അടുത്ത പടത്തിൽ എനിക്ക് അഭിനയിക്കാവുന്ന എന്തെങ്കിലും വേഷമുണ്ടെങ്കിൽ അത് പ്രതിഫലം തരേണ്ടി വരുന്ന തുകയെ ഉദ്ദേശിച്ചിട്ട് വിളിക്കാണ്ടിരിക്കേണ്ട. സാറിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 50 പടം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനൊരു ഒരു 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 പ്രചോദനം തന്ന ഒരു നടനാണ് മിസ്റ്റർ പ്രേം നസീർ. അദ്ദേഹത്തിന് സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയമാണല്ലോ. പക്ഷെ അദ്ദേഹം ഈ അഭിനയം സിനിമയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇത്രയും നല്ലൊരു മനുഷ്യസ്നേഹിയെ ഞാൻ കണ്ടിട്ടുള്ള അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് മിസ്റ്റർ നസീർ. ഞാൻ നസീർ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ബാല കഥാപാത്രങ്ങൾ ചെയ്ത ആ കാലത്താണ്. അതായത് എൻ്റെ 2ാമത്തെ പടത്തിലാണ്. ലോകനീതിയാണ് എൻ്റെ 2ാമത്തെ പടം. ബാലനടിയായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിരുന്നത്. അദ്ദേഹം അതിലെ ഹീറോയാണ്. അന്ന് മുതലുള്ള പഴക്കമാണ് എനിക്ക്. അത് ഏതാണ്ട് 53-ലാണോ 54-ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ പടം. അന്ന് മുതൽ നസീർ സാറിനെ കാണാൻ തുടങ്ങിയതാണ്. മരിക്കുന്നത് വരെ അദ്ദേഹത്തെ പരിചയപ്പെട്ട ആർക്കും തന്നെ ഒരിക്കലും അദ്ദേഹത്തെ മറക്കാനോ തള്ളിപ്പറയാനോ സാധിക്കാത്തൊരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ എത്രയോ പടങ്ങൾ ഞാൻ അഭിനയിച്ച പടം ഞാൻ ഏതാണ്ട് 500-510 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും പടങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് നസീർ സാറിൻ്റെ കൂടെയാണ്. അദ്ദേഹം എൻ്റെ മകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആദ്യം അനിയത്തിയായിട്ട് ഞാൻ അഭിനയിച്ചെങ്കിലും 62-ൽ ഞാൻ മദ്രാസിൽ വന്ന് അമ്മ വേഷം അഭിനയിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ മുതൽ നസീർ സാറിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു, എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചിട്ട് ഇപ്പോൾ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണോ ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയും സഹകരണവും സഹനടന്മാരോടും നടികളോടുമുള്ള ആ ഒരു പെരുമാറ്റം, വലിപ്പച്ചെറുപ്പമില്ലാത്ത പ്രകൃതി, ആരെയും സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ഒരു മനുഷ്യൻ, ദേഷ്യം എന്ന് പറഞ്ഞ ഒരു ഭാവം സിനിമയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ അദ്ദേഹത്തെ ദേഷ്യപ്പെട്ട് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിത്വം ഇനിയും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊത്ത് അഭിനയിക്കാൻ സാധിച്ചതിൽ എല്ലാവരും തന്നെ പറയുന്നത് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അദ്ദേഹത്തിൻ്റെ മാനറിസം, മനുഷ്യനോടുള്ള പെരുമാറ്റം, ആ സൗമ്യമായ ചിരി എല്ലാം അവിടെ എനിക്ക് ലൈറ്റ് ബോയെ വരെ അവസാനം അദ്ദേഹം പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലൊരു മനുഷ്യനെ മലയാള സിനിമ എന്നല്ല ഒരുപക്ഷെ ലോക സിനിമ കണ്ടിട്ടുള്ളത്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ വളരെ മഹനീയമായ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്
നസീർ സാർ. നിത്യഹരിത നായകൻ എന്ന വിശേഷണം തീർത്തും അന്വർത്ഥമാക്കിക്കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു യുഗം സൃഷ്ടിച്ച പ്രേം നസീർ ഇന്നും നമ്മുടെ മനസ്സിൽ നിത്യഹരിതമായ ഒരു ഓർമ്മയായി ജീവിക്കുന്നു. അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു, വലിയൊരു കലാകാരനായിരുന്നു. ഇതിൽ മനുഷ്യനോ കലാകാരനോ കൂടുതൽ മഹനീയമെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പ്രയാസമാണ്. കലാകാരൻ അത്രത്തോളം വലിയ മനുഷ്യനായിക്കൊള്ളണമെന്നില്ല. പക്ഷേ പ്രേം നസീറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മനുഷ്യർക്ക് മാതൃകയായിരുന്നു, കലാകാരന്മാർക്കും മാതൃകയായിരുന്നു. പ്രേം നസീറിൻ്റെ ഓർമ്മ ഇപ്പോഴും ഇപ്പോൾ പൊട്ടിമുളച്ച മനോഹരമായ ഒരു തളിരു പോലെ അല്ലെങ്കിൽ ഒരു പൂമൊട്ട് പോലെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. മുല്ലപ്പൂവേ എന്നാത്മാവിലാകെ വനജോത്സ പോലെ ചിരിക്കൂ നീ, ചിരിക്കൂ നീ. പ്രേം നസീറിന്റെ വളർച്ചയ്ക്ക് തിരുവനന്തപുരം മെറിലാൻഡ് സ്റ്റുഡിയോയും സുബ്രഹ്മണ്യവും ഒട്ടേറെ സഹായകമായിട്ടുണ്ട്. വളരെ നല്ല ശാന്തസ്വരൂപമായിട്ട് സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ അച്ഛന് മാത്രമായിട്ടല്ല, ഞങ്ങളുടെ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരുമായിട്ട് വളരെ വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറെ പോലെയായിരുന്നു അങ്ങനെ കഴിക്കുന്നത്. മിക്കവാറും എല്ലാ സിനിമ അദ്ദേഹം അഭിനയിച്ച ചില സിനിമകളൊക്കെ പ്രസിഡൻ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. പാടാത്ത പ്രേംകിളി, കലയും കാവനിയൊക്കെ പ്രസിഡൻ്റ് സിൽവർ മെഡൽ മേടിച്ച സിനിമകളാണ്. അങ്ങേരെ മരിച്ചിട്ട് ഇപ്പോൾ 25 കൊല്ലം ആകുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരം ഞാൻ ഈശ്വരൻ. ചിറയൻകീഴ് ശാർക്കര ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രം. പ്രേം നസീർ എന്ന നിത്യഹരിത നായകന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കളിച്ചു വളർന്നത് ശാർക്കര ദേവീക്ഷേത്രത്തിന്റെ മണ്ണിലായിരുന്നു. ഇസ്ലാമായ അദ്ദേഹം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ ഒരു ആനയെ നടക്കിരുത്തുകയുണ്ടായി. പ്രേം നസീറിന്റെ മരണത്തിനു മുൻപ് തന്നെ ആ ആന ചരിയുകയും ചെയ്തു. പ്രേം നസീർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൂന്തള്ളൂർ. ഹൈസ്കൂളിനു വേണ്ടി ശ്രീ പ്രേം നസീർ പുതിയൊരു ബ്ലോക്ക് നിർമ്മിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം പ്രേം നസീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ഒരു എക്സ്റേ യൂണിറ്റും ബ്ലോക്കും ശ്രീ പ്രേം നസീർ സംഭാവന ചെയ്തിട്ടുണ്ട്. ആ കെട്ടിടത്തിന് അസുമ ബീവി മെമ്മോറിയൽ എന്ന് അദ്ദേഹത്തിന്റെ മാതാവിന്റെ നാമം നൽകുകയുമുണ്ടായി. ശാന്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന് ഭൂമി സംഭാവന ചെയ്തത് ശ്രീ പ്രേം നസീർ ആയിരുന്നു. ൽ പരം നായികമാരൊന്നിച്ച് ശ്രീ പ്രേം നസീർ നായകവേഷം അണിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രണയ ജോഡിയാകാൻ ഭാഗ്യം ലഭിച്ചത് ശ്രീമതി ഷീലയ്ക്കായിരുന്നു. ഇത് ഒരു വേൾഡ് റെക്കോർഡാണ്. ഇളവന്നൂർ മഠത്തിലെ ഇളക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ,
വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. നമ്പീശ, ഇവിടെ വരണത് ശരിയല്ല. ഇന്നാള് കണ്ടില്ലേ തല്ലുകൊണ്ടത്? തമ്പ്രാട്ടിക്ക് വേണ്ടി ജീവൻ പോണമെന്ന് വെച്ചാൽ കൂടെ നോം അതിന് സമ്മതമുള്ളവനാണ്. നമ്പീശന് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ? അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടി തനിച്ച് ലോകനാർക്കാവ് ഉത്സവം കാണാൻ പോകാം. അതെല്ലാം നമ്പീശന്റെ അസുഖം മാറിയിട്ട്. നമ്മുടെ കല്യാണമെല്ലാം കഴിഞ്ഞ് എത്രയോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകിയിരിക്കുന്നു. മദ്രാസിൽ മഹാലിംഗപുരത്ത് ലേഡി മാധവൻ നായർ കോളനിയിലെ പ്രേം നസീറിന്റെ വീട്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. അതുല്യനായ ആ കലാകാരനെ 1983 പത്മഭൂഷൺ നൽകി രാഷ്ട്രം ആദരിച്ചു. പാടാത്ത പൈങ്കിളി, കലയും കാമിനിയും, ഇരുട്ടിന്റെ ആത്മാവ്, അഗ്നിപുത്രി എന്നീ സിനിമകൾക്ക് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ പ്രേം നസീറിന് ലഭിക്കുകയുണ്ടായി. 1989 ജനുവരി 16 പ്രേം നസീർ ദിവംഗതനായി. അപ്രതീക്ഷിതമായിരുന്നു പ്രേം നസീറിന്റെ വേർപാട്. അതുകൊണ്ട് തന്നെയാകണം വിട പറയാനാകാതെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതിനാൽ ഇല്ലാതാകുന്നു എന്ന് അർത്ഥമില്ല. കാരണം ആ മഹനീയ സാന്നിധ്യം ഇപ്പോഴും നാം അനുഭവിക്കുകയാണല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. ഒരിക്കലും മരിക്കാത്ത ഈ നിത്യഹരിത ഗന്ധർവൻ ഇവിടെ ഉറങ്ങുക മാത്രമാണ്.